ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജാങ്കോ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പുതിയ കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുള്ള പോൾസ് ആപ്ലിക്കേഷനാണിത്. ഞാനിതിവിടെ ഡെവലപ്മെൻറ്റ് മോഡിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജാങ്കോ അഡ്മിൻ പാനൽ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ സെറ്റിങ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആ സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള settings.py എന്ന് പറയുന്ന ഫയലിലാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ജാങ്കോ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് SQLite ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ അത് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻസ്റ്റലേഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ ഡാറ്റാബേസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ settings.py എന്ന് പറയുന്ന ഫയലിൽ. ഒന്ന് ഈ ഒരു എൻജിൻ എന്ന് പറയുന്ന ഒരു കീ ആണ്. അപ്പോൾ ഇതിൽ ആണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസാണ് യൂസ് ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ നമ്മൾ SQLite ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഫയൽ, അതായത് ആ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യേണ്ട ഒരു ഫയലിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ db.sqlite എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ടേബിൾസൊന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഫയൽ empty ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. നമ്മൾ ഇതിലൊരു പ്രത്യേകിച്ചൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കൂടാതെ ജാങ്കോ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഡാറ്റാബേസാണ് പോസ്റ്റ്ഗ്രസ്, MySQL, ഒറാക്കിൾ അങ്ങനെയുള്ള ഡാറ്റാബേസും ജാങ്കോ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ ജാങ്കോയിൽ ഇൻബിൽട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡാറ്റാബേസിൽ ടേബിൾസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻബിൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡാറ്റാബേസ് മൈഗ്രേഷൻസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റാബേസിൽ ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മാനുവലി അല്ല, ജാങ്കോയിൽ നമുക്കൊരു കമാൻഡ് മൈഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കമാൻഡ് ത്രൂ ആണ് നമ്മൾ ഡാറ്റാബേസ് ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ മറ്റ് പല ഫ്രെയിം വർക്ക്സ് എടുത്ത റൂബി ഓൺ റെയിൽസോ അല്ലെങ്കിൽ ലാറവലോ അങ്ങനെ പല ഫ്രെയിം വർക്ക്സിലും ഈ ഒരു ഡാറ്റാബേസ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ടേബിൾസിലെ ഫീൽഡുകൾ ഒരു മോഡലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ വേണ്ട ഡാറ്റ ടൈപ്പും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ കൊടുത്ത ഡാറ്റയിൽ നിന്നാണ് ആക്ച്വലി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു സെർവറിൽ നിന്ന് മറ്റൊരു സെർവറിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ടേബിൾസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് കോപ്പി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഈ ഒരു മൈഗ്രേറ്റ് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏതൊരു പുതിയ സെർവറിലും ഈ ടേബിൾസൊക്കെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സെർവർ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു കമാൻഡ് അടിക്കാനായിട്ട്. അപ്പോൾ നേരത്തെ നിങ്ങളിവിടെ ഒരു വാണിങ് കണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ സെർവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വാണിങ് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് യു ഹാവ് 17 അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ്.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് ജാങ്കോയിൽ അഡ്മിൻ പാനൽ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അഡ്മിൻ പാനൽ വർക്ക് ചെയ്യാനായിട്ട് വേണ്ട വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മൈഗ്രേഷൻ്റെ കാര്യങ്ങൾ ജാങ്കോ ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ അത് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ മൈഗ്രേഷൻ്റെ റണ്ണിങ് പെൻഡിങ് ആണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കമാൻഡ് പൈത്തൺ manage.py മൈഗ്രേറ്റ് എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് വിൻഡോസിനുള്ള കമാൻഡ് വിൻഡോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കമാൻഡ് അടിക്കുന്ന നേരം നമുക്ക് ഈ ഒരു സെർവർ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്ഡേഷൻസ് ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മൈഗ്രേഷൻസ് എക്സിക്യൂട്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മൈഗ്രേഷൻ ഫയൽസ് നമുക്ക് കാണണമെങ്കിൽ നമുക്കിവിടെ ഒരു ഡയറക്ടറി മൈഗ്രേഷൻസിന് വേണ്ടി പുതിയ മൈഗ്രേഷൻസിന്, അതായത് ഇൻബിൽട്ട് മൈഗ്രേഷൻസ് അല്ല, നമ്മളായിട്ട് ഇനി പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഒരു മൈഗ്രേഷൻസ് എന്ന് പറയുന്ന ഫോൾഡറിലാണത് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഇൻബിൽട്ടായിട്ടുള്ള മൈഗ്രേഷൻസ് നമ്മൾ ഈ വക കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ജാങ്കോയുടെ അഡ്മിൻ പാനൽ ഒതൻറ്റിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ട ടേബിൾസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു മൈഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൈഗ്രേഷൻ സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ടായ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമ്മൾ ഇതിനൊക്കെ മുമ്പ് ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അഡ്മിൻ പാനൽ നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ അത് അഡ്മിൻ പാനൽ മറ്റ് ഫ്രെയിം വർക്കിലെ പോലെയല്ല. ബാക്കിയുള്ള ഫ്രെയിം വർക്ക്സിലൊക്കെ നമുക്ക് കൂടുതലും അഡ്മിൻ പാനൽ നമ്മൾ മാനുവലി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ജാങ്കോയുടെ ഒരു കേസിൽ അങ്ങനെ ഒരു അഡ്മിൻ പാനൽ നമ്മൾ മാനുവലി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അഡ്മിൻ പാനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈറ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ സൈറ്റ് മാനേജേഴ്സൊക്കെ കണ്ടൻസ് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പബ്ലിക് യൂസേഴ്സ് ഒരിക്കലും ഈ ഒരു അഡ്മിൻ പാനലിലേക്ക് ആക്സസ് ചെയ്യുന്നതല്ല. അപ്പോൾ ജാങ്കോയിലെ ഇൻബിൽട്ട് ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ജാങ്കോ തന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അഡ്മിൻ പാനൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കോഡ് ത്രൂ ഒരുപാട് കസ്റ്റമൈസേഷൻസൊക്കെ വളരെ ഈസി ആയിട്ട് പോസിബിളാണ്. അപ്പോൾ നമ്മൾ മറ്റു പല ഫ്രെയിം വർക്കിലും ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന അഡ്മിൻ പാനൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഒരുപാട് ടൈം സേവിങ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഈ മൈഗ്രേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അഡ്മിൻ യൂസർ അഥവാ സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറയുന്ന ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിൻഡോസിലും ഈ ഒരു കമാൻഡുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു യൂസർ നെയിമാണ് ചോദിക്കുന്നത്. ഞാൻ യൂസർ നെയിം അഡ്മിൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇമെയിൽ തൽക്കാലം എന്തെങ്കിലും ഒരു ഡമ്മി ഇമെയിലാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു പാസ്വേഡും കൊടുക്കുന്നു. അപ്പോൾ പാസ്വേഡ് കൺഫർമേഷനും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു വീക്ക് പാസ്വേഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പാസ്വേഡിൻ്റെ വാണിംഗ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ ചെയ്യുന്നത് കൊണ്ട് അതൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഒരു ലൈവ് സെർവറിൽ ഒരിക്കലും ഒരു വീക്ക് പാസ്വേഡ് യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ നമ്മുടെ ഈ വീക്ക് പാസ്വേഡിൻ്റെ വാലിഡേഷൻ ബൈപ്പാസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കിപ്പായി പോകുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് ഇവിടെ കാണാം, സക്സസ്ഫുള്ളി സൂപ്പർ യൂസർ ക്രിയേറ്റഡ്. അപ്പോൾ നമ്മുടെ അഡ്മിൻ യൂസർ ഇവിടെ ക്രിയേറ്റായി. പിന്നെ നമുക്ക് നമ്മുടെ സെർവർ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നേരത്തെ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു മൈഗ്രേഷൻ്റെ വാണിങ് നമുക്കിവിടെ കാണുന്നതല്ല. കാരണം നമ്മുടെ മൈഗ്രേഷൻസ് എല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ സെർവർ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹോം URL പഴയ പോലെ തന്നെയാണ്, കാരണം ഹോം URL നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, കാരണം നമ്മളത് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ എറർ പോകുന്നതാണ്. പിന്നെ നമുക്ക് അഡ്മിൻ ആക്സസ് ചെയ്യാനായിട്ട് /admin എന്നതാണ് നമ്മുടെ URL. കാരണം നമ്മൾ ഈ ഒരു നമ്മുടെ urls.py എന്ന് പറയുന്ന ഫയലിൽ ഇവിടെ അഡ്മിൻ URL ഉണ്ട്. അത് അഡ്മിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിൻ പാനലിൻ്റെ ഡിഫോൾട്ട് URL ആണത്. അപ്പോൾ ഇതിൽ യൂസർ നെയിം പാസ്വേഡും നമുക്ക് നമ്മൾ ടെർമിനൽ ത്രൂവിൽ ഇപ്പോൾ കൊടുത്ത ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു അഡ്മിൻ പാനലിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിഫോൾട്ട് കാണുന്ന അഡ്മിൻ പാനലാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ബൈ ഡിഫോൾട്ട് ജാങ്കോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് യൂസേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ അഡ്മിൻ എന്ന് പറയുന്ന സൂപ്പർ യൂസർ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇതിൽ വളരെ സെക്യൂറായിട്ടുള്ള കുറേ കാര്യങ്ങൾ ജാങ്കോ ഇൻബിൽട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഗ്രൂപ്പ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ യൂസറിനും നമുക്ക് ഓരോ ഡാറ്റ ക്രിയേറ്റ് എഡിറ്റ് അങ്ങനെ പെർമിഷൻസൊക്കെ നമുക്ക് ഗ്രൂപ്പ് വൈസ് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത് നമ്മൾ പുതിയ ഫീൽഡുകൾ അല്ലെങ്കിൽ മോഡൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഓവറോളായിട്ട് പറയുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ ഗ്രൂപ്പ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ്സിൽ വേണമെങ്കിൽ നമുക്കൊരു യൂസറിനെ ആഡ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിന് വേണമെങ്കിൽ ഗ്രൂപ്പ് ലെവൽ പെർമിഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിലൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫ് എന്ന് പറയുന്ന റോളിൽ വരുന്നവർക്ക് ചില കാര്യങ്ങൾ മാത്രം ആക്സസ് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസിന് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയ്ക്ക് പെർമിഷൻ കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് ബൈ ഡിഫോൾട്ടുള്ള ജാങ്കോയുടെ ഒരു ഇൻ്റർഫേസ്. ഇതിൽ നമുക്കിവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻബിൽട്ടായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ HTML വരുന്നത് ഇൻബിൽട്ടായിട്ടുള്ള ജാങ്കോയുടെ ഫീച്ചറാണിത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പോൾ ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ആ പോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷന് നമുക്കിവിടെ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്നെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യനും രണ്ടാമത്തേത് അതിൻ്റെ ചോയ്സസുമാണ്. അപ്പോൾ അത് നമ്മളിവിടെ മോഡൽസ് എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ഈ ഒരു പോൾസിനകത്ത് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഈ ഒരു പോൾസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ models.py എന്ന് പറയുന്ന ഒരു ഫയൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മോഡൽ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ മോഡൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസിൽ ഒരു ടേബിളിൽ ഒരു റോ ഓഫ് ഡാറ്റ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്, ഒരു സിംഗിൾ ഡാറ്റേനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 2 മോഡലാണ് ഉള്ളത്. ഒന്ന് നമ്മളിവിടെ ക്ലാസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മോഡലും പിന്നെ ചോയ്സ് എന്ന് പറയുന്ന മോഡലും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റാബേസ് മൈഗ്രേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോഡലിന് അസോസിയേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഒരു മോഡൽ എന്ന് പറയുന്ന അതിനൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ടേബിൾ. അപ്പോൾ ആ ടേബിളിലുള്ള 2 ഫീൽഡ്സാണ് ക്വസ്റ്റ്യൻ്റെ ടെക്സ്റ്റും, അതായത് നമ്മുടെ ക്വസ്റ്റ്യനും 2 നമ്മുടെ ക്വസ്റ്റ്യൻ പബ്ലിഷ് ചെയ്ത ഡേറ്റും. അപ്പോൾ ഈ ഒരു നമ്മൾ ഇവിടെ ഒരു മോഡൽസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജാങ്കോയിൽ നിന്ന്.
അപ്പോൾ അതിൽ കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 200 ആണ്. പിന്നെ അതുപോലെ തന്നെ പബ്ലിഷ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ടൈം ഫീൽഡാണ്. അപ്പോൾ ഈ 2 ഫീൽഡുകളാണ് നമ്മൾ ക്വസ്റ്റ്യന് ഉള്ളത്. അപ്പോൾ ഇത് കൂടാതെ ബൈ ഡിഫോൾട്ട് ഒരു പ്രൈമറി കീ, ഡാറ്റാബേസിൻ്റെ പ്രൈമറി കീ കൂടി ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യന് അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. അതായത് ആ ചോയ്സസ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മോഡലാണത്. അപ്പോൾ അതും മറ്റൊരു ഡാറ്റാബേസ് ടേബിളായിട്ടായിരിക്കും നമുക്ക് ജാങ്കോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഫോറിൻ കീ ആണ്. അതായത് ഈ ക്വസ്റ്റ്യനുമായിട്ട് ഒരു ഫോറിൻ കീ റിലേഷൻഷിപ്പാണ് നമ്മുടെ ചോയ്സിന് ഉള്ളത്. ഇപ്പോൾ ഡാറ്റാബേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൺസെപ്റ്റ് അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് സീരീസ് കാണേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫോറിൻ കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ചോയ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ചോയ്സിന് ഉള്ള ഒരു ഫീൽഡാണ് ചോയ്സ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്കൊരു ക്യാരക്ടർ ഫീൽഡാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് വേർഡ്സ്. അത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മോഡൽസിൻ്റെ ഇൻറ്റീജർ ഫീൽഡ് വാല്യൂ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഡാറ്റാബേസ് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോഡ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ടൈപ്പ് ചെയ്യാത്തത് വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ പോൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ മോഡൽസിൽ നമുക്ക് ഈ ഒരു കോഡ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്കിതുപോലെ മൾട്ടിപ്പിൾ മോഡൽസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത് മാത്രമല്ല, ക്യാരക്ടർ ഫീൽഡും ഡേറ്റ് ഫീൽഡും മാത്രമല്ല, നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഫീൽഡ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നും ഓരോ വീഡിയോയിലൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൻ്റെ പേരുകളോ കാര്യങ്ങളോ ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ച് ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്ത് ആഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ ഒരു 2 മോഡൽസും ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാരൻ്റ് മോഡൽ ക്ലാസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു models.model എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൺ ഡിലീറ്റ് കാസ്കേഡ്, ഡാറ്റാബേസിൻ്റെ ഓൺ ഡിലീറ്റ് കാസ്കേഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അസോസിയേറ്റ് ചെയ്ത റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ മാക്സ് ലെങ്ത്തും ഡിഫോൾട്ട് വാല്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മോഡൽസിനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൻ്റെ സെറ്റിങ്സ് എല്ലാം വരുന്നത് settings.py എന്ന് പറയുന്ന ഫയലിലാണ്. അപ്പോൾ അതിലേക്ക് വേണം നമുക്ക് നമ്മുടെ ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡാറ്റാബേസ് മൈഗ്രേഷൻ വഴി കൊടുത്ത കാര്യങ്ങളാണ്. അതായത് അഡ്മിൻ, ഓതൻറ്റിക്കേഷൻ, സെഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജാങ്കോയുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അത് ഓൾറെഡി ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഇൻസ്റ്റാൾഡ് ആപ്സിൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പോൾസ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമുക്കിവിടെ apps.py എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലാണ് ആക്ച്വലി നമ്മുടെ പോൾ ആപ്ലിക്കേഷൻ്റെ കോൺഫിഗറേഷൻ ഫയൽ. അപ്പോൾ ഈ ഒരു ഫയലിനെ നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആഡ് ആവുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ, അതായത് ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ പുതിയ ഒരു നമ്മുടെ പോൾ ആപ്ലിക്കേഷൻ്റെ കോൺഫിഗറേഷൻ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ URLs ആഡ് ചെയ്ത് കൊടുത്തതിന് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണിത്. ഈ ഒരു ലിസ്റ്റിലേക്ക് നമ്മുടെ പോൾസ് കോൺഫിഗ്, അതായത് ഈ ആപ്സിലെ
പോൾസ് കോൺഫിഗ് എന്ന് പറയുന്ന ക്ലാസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ നമ്മുടെ മോഡലിന് വേണ്ടിയിട്ട് ഒരു മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കമാൻഡ് കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് മേക്ക് മൈഗ്രേഷൻസ് ആണ്. അപ്പോൾ ആ മൈഗ്രേഷന് നമ്മളിവിടെ ഒരു നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയിം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ തന്നെ പേരാണ്. പിന്നെ ഈ ഒരു കമാൻഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ നമുക്ക് 2 മോഡലിനും വേണ്ടി ഇവിടെ ഒരു മൈഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ മൈഗ്രേഷൻ ഫയൽ ഇവിടെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോൾസിൻ്റെ അകത്തുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്ന ഫോൾഡറിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ജാങ്കോ ഈ ഒരു ഫയൽ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫയൽ യൂസ് ചെയ്തിട്ടാണ് ജാങ്കോ ആക്ച്വലി ഡാറ്റാബേസ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് ആക്ച്വലി ഡാറ്റാബേസ് ടേബിൾസ് ക്രിയേറ്റ് ആയിട്ടില്ല. നമ്മൾ ആ മൈഗ്രേഷൻ ഫയലാണ് ഈ ഒരു കമാൻഡിലൂടെ ക്രിയേറ്റ് ചെയ്തത്. അതായത് മേക്ക് മൈഗ്രേഷൻസ് എന്ന് പറയുന്ന കമാൻഡിലൂടെ നമ്മളൊരു മൈഗ്രേഷൻ ഫയൽ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ മോഡലിൽ ID ഫീൽഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിവിടെ ഒരു പ്രൈമറി കീ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി ജാങ്കോ ചെയ്യുന്നത്. നമ്മുടെ മോഡലിൽ നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു മൈഗ്രേഷൻ ഫയൽ നമ്മൾ മൈഗ്രേഷൻ കമാൻഡ് യൂസ് ചെയ്ത് ജാങ്കോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടും ചോയ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും 2 മൈഗ്രേഷൻസ് അഥവാ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജാങ്കോ ഇവിടെ മൈഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഈ മൈഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് ക്വറിയാണ് എക്സിക്യൂട്ട് ആവുക എന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ്. അപ്പോൾ SQL മൈഗ്രേറ്റ് പോൾസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഈ മൈഗ്രേഷൻ ആക്ച്വലി റൺ ചെയ്യുമ്പോൾ എന്ത് കമാൻഡാണ് എക്സിക്യൂട്ട് ആവുക എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു SQL ക്വറി ആയിരിക്കും നമ്മൾ മൈഗ്രേഷൻ റൺ ചെയ്യുന്ന ടൈമിൽ അത് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ മൈഗ്രേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ ഡിഫോൾട്ട് മൈഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്ത അതേ കമാൻഡ് തന്നെയാണ് python manage.py മൈഗ്രേറ്റ് എന്നതാണ് കമാൻഡ്. അപ്പോൾ ഈ ഒരു മൈഗ്രേറ്റ് കമാൻഡ് അടിക്കുമ്പോൾ പെൻഡിങ് ആയിട്ടുള്ള മൈഗ്രേഷൻസ് മാത്രമാണ് നമ്മുടെ ജാങ്കോ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇത് നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ എൻ്റർ അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈയിങ് മൈഗ്രേഷൻസ് ഇവിടെ നമ്മുടെ പോൾസിൻ്റെ ആണ് കാണിക്കുന്നത്. അതായത് ആ ഒരു മൈഗ്രേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഈ ഒരു നമ്മുടെ ഡാറ്റാബേസ് ഫയൽ SQL ഫയൽ ഇതിപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ആവില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ SQLite ഡാറ്റാബേസ് ഓപ്പൺ ആക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തത് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ടേബിൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റാബേസ് API ആണ്. അപ്പോൾ അത് നമ്മളെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പിന്നീട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കമാൻഡ് ലൈൻ പ്രോംപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചോയ്സസും ക്വസ്റ്റ്യനുമൊക്കെ കമാൻഡ് ലൈനിൽ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഈ ഡാറ്റാബേസ് API എന്ന് പറയുന്നത്. നമ്മുടെ ഷെല്ല് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മോഡൽസിൽ ക്ലാസ്സിൻ്റെ ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്കിനി 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ മോഡലിൽ. ഒന്ന്, നമുക്ക് ഈ 2 ഫങ്ഷൻസിനകത്ത് 2 മോഡലിനകത്തും ഈ ഒരു ഫങ്ഷൻ ആഡ് ചെയ്യണം.
അപ്പോൾ ഇത് പൈത്തണിലെ ഒരു ഇൻബിൽട്ട് ഫങ്ഷനാണ് __str എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രിങ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ ഒരു മോഡൽ ഡാറ്റേനെ നമ്മൾ HTML അല്ലെങ്കിൽ യൂസർ കാണുന്ന സിറ്റുവേഷനിൽ ആ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എന്താണ് കാണിക്കേണ്ടത് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ __str എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മോഡലിൽ നമുക്കറിയാം, നമുക്ക് 2 ഫീൽഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡേറ്റ് ഫീൽഡും ഒന്ന് ക്വസ്റ്റ്യൻ ടെക്സ്റ്റുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റാണ്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് വരുന്നത്. ഈ ഒരു ഡാറ്റാബേസിൻ്റെ API ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് എന്ന ഒരു പേരിലായിരിക്കും ഡാറ്റ വരുന്നത്. നമുക്ക് ഫീൽഡുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ഈ 2 ഫങ്ഷൻസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ മോഡലാണ്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്യേണ്ടത് ചോയ്സ് എന്ന് പറയുന്ന മോഡലിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണിക്കുന്നത് ചോയ്സ് ടെക്സ്റ്റാണ്. നമ്മൾ സ്ട്രിങ് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത് ചോയ്സ് ടെക്സ്റ്റാണ്. പിന്നെ ഇതിൽ നമ്മളിവിടെ ഒരു ഫങ്ഷന് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് എപ്പോഴാണ് റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യനാണോ എന്നറിയാനായിട്ടാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ പബ്ലിഷ്ഡ് ഡേറ്റും കറണ്ട് ഡേറ്റും കമ്പയർ ചെയ്ത് നമ്മൾ ഡേറ്റിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫങ്ഷനും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ക്വസ്റ്റ്യൻ മോഡലിനകത്ത്. അപ്പോൾ ഇതിൽ ഡേറ്റ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഡേറ്റിൻ്റെ ഫങ്ഷൻസ്, അതായത് നമുക്കിവിടെ ടൈം സോൺ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈം സോൺ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഡേറ്റ് എടുത്തിരിക്കുന്നത്. ഈ നൗ എന്ന് പറയുന്ന ഫങ്ഷൻ ടൈം സോണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങളങ്ങനെ ഒരു വെറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഡ് ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് ആക്ച്വലി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ മോഡൽ, അതായത് ഈ ക്വസ്റ്റ്യൻ മോഡലും നമ്മുടെ ചോയ്സ് മോഡലും നമുക്ക് ഇപ്പോൾ നമ്മുടെ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പോൾസിലെ admin.py എന്ന് പറയുന്ന ഫയലുണ്ട്. നമ്മുടെ പോൾസ് എന്ന് പറയുന്ന ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ admin.py എന്ന് പറയുന്ന കാര്യം കാണാൻ കഴിയും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മോഡൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പോൾസ്, അതായത് ചോയ്സസ് ക്വസ്റ്റ്യൻ്റെ ഒരു റിലേറ്റഡ് ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് അഡ്മിൻ പാനലിൽ അത് കാണിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ സെർവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതൊന്ന് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, നമുക്കിവിടെ പോൾസ് എന്ന് പറയുന്ന സെക്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു മോഡലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എംപ്റ്റി ആണ്. കാരണം നമ്മളിപ്പോൾ ഡാറ്റ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ഒരു പുതിയ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡേറ്റും ടൈമും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു HTML ഉൾപ്പെടെ നമ്മുടെ ജാങ്കോ അഡ്മിൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ടൈം പിക്കർ, ഈ
ഡേറ്റ് പിക്കർ, ഈ ഒരു ഫീൽഡ്സ്. അപ്പോൾ ഇത് നമ്മുടെ മോഡലിൻ്റെ ഡാറ്റ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള HTML ഇൻപുട്ട് ഫീൽഡ് ഓട്ടോമാറ്റിക്കലി ജാങ്കോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നോർമലി വേറെ ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്താലും ഇങ്ങനൊരു ഫീച്ചറൊന്നും അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡൊക്കെ നോർമലി അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് പതിവ്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നമ്മളാകെ ചെയ്തത് ഈ ഒരു മോഡൽ വളരെ കുറച്ച് ലൈൻസ് ഓഫ് കോഡാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോൾ അത് വച്ചിട്ട് ജാങ്കോ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആഡ് ചെയ്ത് തന്നു. അപ്പോൾ നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത നമ്മുടെ ചോയ്സസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ അടുത്ത സെക്ഷനിൽ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാത്ത ഒരു സെക്ഷനുണ്ട്, അത് ഈ ഡാറ്റാബേസ് ഷെൽ API ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ UIയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത ഡാറ്റ നമുക്ക് കമാൻഡ് ലൈൻ വഴി ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ മാത്രമാണത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്റ്റക്കൊക്കെ ആവുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഈ ഒരു പേജും കൂടി റെഫർ ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.